എല്ലാവർക്കും ന്യൂസ് ഫെസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വിവാദത്തിനാണ് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സൂപ്പർ 8-ൽ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ആവേശ പോരാട്ടം കനത്ത മഴയെ തുടർന്ന് ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിച്ചതിനു പിന്നാലെ ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റ്നർ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. കേവലം ടൂർണമെന്റ് സംഘാടകർക്കെതിരെ മാത്രമല്ല, ലോക ക്രിക്കറ്റിലെ വമ്പന്മാരായ സാക്ഷാൽ ഇന്ത്യക്കെതിരെ വരെ കേട്ടാൽ ഞെട്ടുന്ന വമ്പൻ ഗൂഢാലോചനാ ആരോപണങ്ങളാണ് സാന്റ്നർ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാന നിമിഷം വരെ നിങ്ങൾ കാണുക, കാരണം ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കും. ഇരു ടീമുകളും ജീവൻ മരണ പോരാട്ടത്തിനായി തയ്യാറെടുത്തിറങ്ങിയ കൊളംബോയിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് രാവിലെ മുതൽ തന്നെ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. ഇടവിട്ടുള്ള മഴയ്ക്കിടയിലും ഗ്രൗണ്ട് സ്റ്റാഫ് പിച്ചും ഔട്ട്ഫീൽഡും മൂടിവെച്ച് മത്സരം എങ്ങനെയെങ്കിലും നടത്താൻ കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ മഴ മാറി നിന്ന നേരം അമ്പയർമാർ ടോസ് നടത്തുകയും പാക് നായകൻ സൽമാൻ അലി ആകെയും കിവീസ് ക്യാപ്റ്റൻ സാന്റ്നറും മൈതാനത്തെത്തുകയും ചെയ്തു. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി ന്യൂസിലൻഡിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ടോസ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം വീണ്ടും പേമാരി ആരംഭിച്ചു. ഔട്ട്ഫീൽഡിൽ വലിയ തോതിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരൊറ്റ പന്തുപോലും എറിയാൻ കഴിയാതെ മത്സരം ഔദ്യോഗികമായി ഉപേക്ഷിച്ചതായി അമ്പയർമാർ പ്രഖ്യാപിച്ചതോടെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം നൽകി മത്സരം സമനിലയിൽ കലാശിച്ചതോടെയാണ് യഥാർത്ഥ ഭൂകമ്പം ആരംഭിച്ചത്. സൂപ്പർ 8-ലെ ഈ നിർണായക മത്സരത്തിൽ പോയിന്റ് പങ്കിടേണ്ടി വന്നത് ന്യൂസിലൻഡിന് വലിയ തിരിച്ചടിയായി. ഇതിൽ കടുത്ത നിരാശനായ മിച്ചൽ സാന്റ്നർ പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു. "ഞങ്ങൾ പകലില്ലാതെ ചോര നീരാക്കി ഈ മത്സരത്തിനായി തയ്യാറെടുത്തതാണ്. പാകിസ്ഥാനെ തകർക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു" എന്ന് പറഞ്ഞ അദ്ദേഹം ശ്രീലങ്കയിൽ ഈ സമയത്ത് മഴ സാധാരണമാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും നിർണായകമായൊരു ലോകകപ്പ് മത്സരം എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് രോഷത്തോടെ ചോദിച്ചു. എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ട് ദുബായ് പോലെയുള്ള സുരക്ഷിതമായ വേദികളോ മറ്റു വരണ്ട ഗ്രൗണ്ടുകളോ തിരഞ്ഞെടുത്തില്ല? ഗ്രൗണ്ട് സ്റ്റാഫിന്റെ മെല്ലെ പോക്കിനെയും കവറുകൾ മാറ്റാനെടുത്ത വലിയ സമയത്തെയും ഔട്ട്ഫീൽഡിലെ വെള്ളക്കെട്ടിനെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ലോകകപ്പ് നിലവാരത്തിൽ ഇത്രയും മോശം മുന്നൊരുക്കം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷമാണ് ഇന്ത്യക്കെതിരെയുള്ള ആ ഞെട്ടിക്കുന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. ഇതൊരു സാധാരണ മഴയോ യാദൃശ്ചികതയോ അല്ല. ഇതിനു പിന്നിൽ ചില പ്രത്യേക ടീമുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വമ്പന്മാർക്ക് തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന നടന്നതായി എനിക്ക് സംശയമുള്ള എന്ന് സാന്റ്നർ ആഞ്ഞടിച്ചു. താൻ നേരിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും ഷെഡ്യൂളിംഗിലും വേദി തീരുമാനിക്കുന്നതിലും ക്രിക്കറ്റ് ലോകത്തെ വലിയ ശക്തിയായ ഇന്ത്യയുടെ സ്വാധീനം തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈയൊരു മത്സരം നഷ്ടപ്പെട്ടത് തങ്ങളുടെ ടൂർണമെന്റിന്റെ ഗതി തന്നെ മാറ്റുമെന്നും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇരട്ടി സമ്മർദ്ദം തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ആശങ്കപ്പെട്ടു. കളിക്കാർ മാസങ്ങളോളം കുടുംബത്തെ വിട്ടുനിന്ന് കഷ്ടപ്പെടുന്നത് ഇതുപോലെ മോശം പ്ലാനിങ്ങിലൂടെ നശിപ്പിക്കാനാണോ എന്ന് ചോദിച്ച അദ്ദേഹം ടൂർണമെന്റിൽ നീതി നടപ്പിലാക്കാൻ ഈ മത്സരം വീണ്ടും നടത്തണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടു. കാലാവസ്ഥ ആരുടെയും നിയന്ത്രണത്തിലല്ലെന്നും ICC ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്നും ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാലും സാന്റ്നറുടെ ഈ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു വിവാദ തീപ്പൊരിയാണിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യങ്ങളെ യുക്തിപരമായി ചിന്തിക്കാം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച പാകിസ്ഥാനേക്കാൾ ദക്ഷിണാഫ്രിക്കയ്ക്കോട് മാത്രം തോൽവി വഴങ്ങിയ ന്യൂസിലൻഡ് തന്നെയാണ് കരുത്തർ. ഇന്ത്യയ്ക്കോട് ന്യൂസിലൻഡ് തോറ്റിട്ടുണ്ടാകാം, എങ്കിലും ഇരു ടീമുകൾ തമ്മിൽ വലിയ അന്തരമില്ല. അതുകൊണ്ട് തന്നെ ഒരു 5 ഓവർ മത്സരമെങ്കിലും നടന്നിരുന്നെങ്കിൽ പാകിസ്ഥാനെ ന്യൂസിലൻഡ് തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു എന്നത് പകൽ പോലെ സത്യമാണ്. കാരണം മറ്റു മത്സരങ്ങളിൽ പാകിസ്ഥാൻ മുടന്തിയാണ് വിജയിച്ചത്. ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ലോകോത്തര ടീമുകളെ അടിയറവ് പറയിച്ച കിവീസ് പട ഈ സൂപ്പർ 8 മത്സരം വിജയിക്കാൻ പൂർണ്ണമായും അർഹരായിരുന്നു. അതുകൊണ്ട് തന്നെ കിവീസ് നായകന്റെ ഈ രോഷം തികച്ചും ന്യായമാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഈ മത്സരം നടന്നിരുന്നെങ്കിൽ പാകിസ്ഥാനോ ന്യൂസിലൻഡോ ഇതിൽ ആര് വിജയിക്കുമായിരുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഇത്തരം അമ്പരപ്പിക്കുന്ന വാർത്തകൾക്കും ക്രിക്കറ്റ് ലോകത്തെ കാണാപ്പുറങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.